കൂടുതൽ യൂണിറ്റുകൾ ഫയർഫോഴ്സ് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ പ്രദേശത്ത് നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. അത് ഈ തീ അണക്കാനുള്ള ശ്രമത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ധാരാളം കടകളൊക്കെ ഇവിടെ തിങ്ങി നിൽക്കുന്നുണ്ട്. ഞായറാഴ്ച ദിവസമായതിനാൽ മിക്ക കടകളും പ്രവർത്തിച്ചിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമാണ്. എന്തായാലും ഈ കെട്ടിടത്തിന്റെ 3ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തം അണക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6ഓളം യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പുതുതായി കുന്നമംഗലത്ത് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും നല്ല രീതിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഏതായാലും വിജി എത്രയും പെട്ടെന്ന് തന്നെ തീ അണച്ച് ഈ തീ പടരുവാനുള്ള കാരണം കണ്ടെത്തണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ചോദ്യം എന്തെന്ന് വെച്ചാൽ ഈ കെട്ടിടത്തിൽ ആരെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അത് ഏതായാലും അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ അത്തരം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമികമായി പറയുമ്പോഴും ഏതായാലും ഈ തീപിടുത്തത്തിനുള്ള കാരണം അതൊരു വിദഗ്ധ സമിതി ഇവിടെ വന്ന് പരിശോധനയൊക്കെ നടത്തിയാൽ ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസൊക്കെ ഇടപെട്ട് മാസ്കുകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിയിലുള്ള കറുത്ത പുക ഇവിടെ ഈ പ്രദേശത്ത് തങ്ങി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ജാഗ്രത എന്നോളം പോലീസുകാർ ഇവിടെ മാസ്കുകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. പോലീസ് ഇടപെട്ട് ആളുകളേക്ക് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് കാണിച്ച് പോലീസ് ഇങ്ങോട്ടേക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പോലീസ് ഇടപെട്ട് ജനങ്ങളെയൊക്കെ പിന്നോട്ട് ആക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നല്ല രീതിയിൽ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. കടക്കരുതെന്ന് ഉള്ള ഉദ്ദേശത്തോടെ പോലീസ് ഇടപെടുന്നുണ്ട്. ഏതായാലും ഈ തീ അണക്കുവാനുള്ള ശ്രമം ഊർജിതമായി ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ പുക മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ 2 ഭാഗത്തു നിന്നായിട്ടാണ് തീ കത്തുന്നത്. 2 ഭാഗത്തു നിന്നായിട്ടാണ് പുക ഉയരുന്നത്. ഏതായാലും തീ ഇപ്പോൾ നല്ല രീതിയിൽ ഈ കാറ്റ് പ്രതികൂലമായി ഈ തീ അണക്കുന്നതിനെ ബാധിക്കുന്നുണ്ട്. ഏതായാലും ആവശ്യമെങ്കിൽ ഇനിയും ഫയർഫോഴ്സ് എത്തിക്കാമെന്ന് ഈ സ്ഥലം MLA ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജി, ചേതൻ, ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ തന്നെ വിദഗ്ധ സംഘം എത്തി പരിശോധിക്കേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥർ എന്താണ് നമ്മോട് വിശദീകരിക്കുന്നത്? ഈ വിദഗ്ധ സംഘം എപ്പോഴെത്തും? അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ പ്രാഥമികമായി നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടാകാൻ കാരണമെന്നാണ്. പക്ഷേ ഏതായാലും ഈ തീ അണച്ചതിന് ശേഷം മാത്രമേ മറ്റ് രീതിയിലുള്ള പരിശോധന, പ്രധാനമായും 2 രീതിയിലുള്ള പരിശോധനയാണ് ഇനി നടത്തേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ ഇത്തരമൊരു തീ ഇവിടെ ഉണ്ടായി, ആ തീപിടുത്തത്തിനുള്ള കാരണം വിജി സൂചിപ്പിച്ചതുപോലെ ഷോർട്ട് സർക്യൂട്ടാണോ അതോ മറ്റു വല്ല കാരണമുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഈ കെട്ടിടത്തിൽ ആരെങ്കിലും എന്നുള്ള കാര്യം പുക നല്ല രീതിയിൽ ഉയരുന്നുണ്ട്. ഈ പുക പോലീസുകാർക്ക് ഇവിടെ ഒക്കെ മാസ്ക് വിതരണം ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു പുക നല്ലതല്ല, സ്വാഭാവികമായും പുക ശ്വസിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. സ്വാഭാവികമായും പോലീസ് ഇവിടെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുമെന്ന് മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ അടക്കം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും തീ അണക്കുവാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജി, ചേതൻ, ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ജനസാന്ദ്രത കൂടിയ ഒരു മേഖലയാണോ? അത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ ഏതു വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? അതായത് വിജി, ഇന്ന് ഞായറാഴ്ച ആയതിനാൽ മറ്റ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒന്നുമുണ്ട്. കാരണം അവധി ദിവസമാണ്. സ്വാഭാവികമായും ആൾക്കാരുടെ ഇങ്ങോട്ട് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഒരു കടയിലാണ് തീ പിടിച്ചത്. സ്വാഭാവികമായും നല്ല രീതിയിൽ ജനസാന്ദ്രതയുള്ള ഈ സമയത്തൊക്കെ നല്ല രീതിയിൽ തിരക്കുള്ള ഒരു സമയം കൂടിയാണ് ഇത്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ചില ആൾക്കാർ അത്ര തിരക്കില്ലാത്തൊരു ദിവസം കൂടിയാണ്. ഏതായാലും ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം, ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം പോലീസ് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. പോലീസൊക്കെ ഇടപെട്ട് സംയോജിതമായൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും
ഏതായാലും ഇപ്പോൾ ഇവിടെ 6 യൂണിറ്റോളം ഫയർഫോഴ്സ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. തീ ഇപ്പോഴും അതായത് 3 നിലയാണ് ഈ കെട്ടിടത്തിനുള്ളത്. മൂന്നാമത്തെ നിലയിലാണ് ഇപ്പോൾ നല്ലോണം തീ പിടിക്കുന്നത്. ഒപ്പം തന്നെ രണ്ടാമത്തെ നിലയിലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ 2 വശത്തു നന്നായി തീ കത്തി, ഒരു വശത്ത് തീ അണച്ച് മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ നേരത്തെ തീ കെടുത്തിയ സ്ഥലത്ത് നിന്ന് വീണ്ടും തീ ആളിപ്പടരുന്ന ഒരു കാഴ്ചയാണ് ഇത്. വലിയ രീതിയിൽ തീ അണക്കാനുള്ള ശ്രമത്തിന് ദോഷം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാലാവസ്ഥ നല്ല രീതിയിൽ ഇവിടെ കാറ്റിപ്പോൾ വീശുന്നുണ്ട്, പടരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഏതായാലും ഇതാ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ കൂടുതൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ ഇതേ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അടുത്ത ഫയർഫോഴ്സ് യൂണിറ്റും എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മളോട് മുൻമന്ത്രി സൂചിപ്പിച്ചതുപോലെ കുന്നമംഗലത്ത് നിന്നൊക്കെ ഇനിയും ധാരാളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും തീ അണക്കുവാനുള്ള ശ്രമം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജി, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വൻ തീപിടുത്തം. വിവരങ്ങളാണ് ചേതൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരും തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു. ബീച്ച്, മീഞ്ചന്ത, വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനിൽ നിന്നാണ് കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെ എത്തിച്ചിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. ഇവിടെ നിന്നും മറ്റ് കടകളിലേക്കും തീ പടരുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ ഉൾവശത്തേക്കും തീ പടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്റ്റാൻഡിലെ ബസ്സുകൾ മുഴുവനായും മാറ്റിയതായും അറിയുന്നുണ്ട്.